തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് ബാലറ്റ് പേപ്പർ എത്തിക്കാത്തതിൽ പ്രതിഷേധവുമായി കുറ്റ്യാടിയിലെ സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ളയും UDF നേതാക്കളും റിട്ടേണിംഗ് ഓഫീസറെ കണ്ടു. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ ഭൂരിപക്ഷം UDF അനുകൂല ഉദ്യോഗസ്ഥർക്കും ബാലറ്റ് പേപ്പർ എത്തിച്ചില്ലെന്നാണ് പരാതി. പോസ്റ്റലായി ഇത്തവണ ബാലറ്റ് പേപ്പർ എത്തിച്ചിരുന്നില്ല. ഉദ്യോഗസ്ഥർക്ക് ഫെസിലിറ്റേഷൻ സെന്ററിൽ എത്തിക്കുമെന്നാണ് പറഞ്ഞതെങ്കിലും അതുണ്ടായില്ലെന്നാണ് പരാതി. ഇതുമൂലം നൂറുകണക്കിന് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാകുമെന്ന് നേതാക്കൾ പറഞ്ഞു. വോട്ടവകാശം വിനിയോഗിക്കൽ ഒരു പൗരന്റെ കർത്തവ്യമാണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ അത് നിഷേധിക്കുകയാണ്. വോട്ടവകാശം ഇല്ലാതായാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഇവിടെ ഒരിക്കലും സംഭവിക്കാത്ത, നമ്മളൊരിക്കലും കാണാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ കുറ്റ്യാടിയിൽ നടക്കുന്നത്. കുറ്റ്യാടി ഉദ്യോഗസ്ഥന്മാർ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകേണ്ട ആളുകൾ അവർ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ 2 ദിവസം 3 ദിവസം അവർക്ക് ബാലറ്റ് വരാത്തതിൻ്റെ പേരിൽ അന്വേഷണം ഇങ്ങനെ നടക്കുമ്പോൾ ആരോരുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ ആരോ എന്താ പറയുന്നത്, എന്തായിരുന്നാലും ബാലറ്റ് വരും, നിങ്ങൾ ഭയപ്പെടേണ്ട, 8-ാം തീയതി അവർക്ക് വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും എന്ന് പറഞ്ഞു. ഇന്ന് അങ്ങനെ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഏത് കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കൂത്തുപറമ്പിലേക്ക് പോയ അയാൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ബാലറ്റ് പേപ്പർ എത്തിയിട്ടില്ല. ഇവിടെ കണ്ണൂരിൽ പോയപ്പോൾ GVHSS കണ്ണൂർ 27 ആളുകൾ കുറ്റ്യാടി മണ്ഡലത്തിലുണ്ട്. അവർക്കാർക്കും ബാലറ്റ് അവിടെ എത്തിയിട്ടില്ല, വോട്ട് ചെയ്യാൻ അവസരം വരുന്നില്ല. അതുപോലെ തന്നെ JDTയിലുണ്ട്, ഇപ്പോൾ 23 ആളുകൾക്കാണെന്ന് തോന്നുന്നു, അവർക്കും അവസരം ലഭ്യമായിട്ടില്ല. അവിടെയും ബാലറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ മടപ്പള്ളിയിൽ 17 പേര് മറ്റോ ഉണ്ട്. അപ്പോൾ വ്യാപകമായൊരു ക്രമക്കേട് ഈ രംഗത്ത് നടക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് വോട്ട് ചെയ്യാൻ അവസരം നിഷേധിക്കുകയാണ്. UDF ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ ഏറ്റവും വലിയൊരു രസകരമായ സംഭവം, ഇത് മറ്റ് പാർട്ടിയുടെ LDFൻ്റെ ആർക്കും ഇങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല. ഇനി ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിവിടെ പരാതിയുമായി വന്നിട്ട് ആരും ഇവിടെ വേറെ പരാതിയുമായി ഇവിടെ വരുന്നത് കാണുന്നില്ല. അപ്പോൾ ഇത് വളരെ ഗൗരവത്തിൽ അന്വേഷിക്കണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ബാലറ്റ് വോട്ടിലാണ്, പോസ്റ്റൽ വോട്ടിലാണ് എന്നെ തോൽപ്പിച്ചത്. പോസ്റ്റൽ വോട്ട് 1,54,000 EVM വോട്ടുണ്ടായിരുന്നപ്പോൾ അതിൽ ഞാൻ 298 വോട്ടിന് ജയിച്ചു. 5,100 പോസ്റ്റൽ വോട്ട് 80+ കോവിഡ് കാലം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന 5,100 വോട്ടിൽ 333 വോട്ടിന് ജയിച്ച് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൽ ഈ 5,100 വോട്ടിൽ കൃത്രിമം കാണിച്ചിട്ടാണ്. 5,100 വോട്ട് എണ്ണുമ്പോൾ 261 വോട്ട് ഇവർ വളരെ കൃത്യമായി സീലില്ല എന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാർ സീൽ ചെയ്യാത്തതിന് വോട്ടറുടെ വോട്ട് എങ്ങനെയാണ് അസാധ്യമാവുക? സീലില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. ബാക്കി വന്നതിലാണ് 333 വോട്ടിന് ജയിക്കും 298 മറികടന്ന്. അപ്പോൾ വലിയ ഒരു ചതി ഇതിന് പിന്നിലുണ്ട്, ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ഇത് മനഃപൂർവ്വം തന്നെയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വളരെ ഗൗരവത്തിൽ ഇത് നിയമ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരു കാരണവശാലും ഇങ്ങനെ നീതി നിഷേധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ഈ ശ്രമത്തെ അംഗീകരിക്കാൻ പറ്റില്ല. ആരോനെ ബന്ധപ്പെട്ട് ഞങ്ങൾ ആരോൻ്റെ അടുത്ത് വന്നപ്പോൾ അയാൾ പറയുന്നു ഇവിടുന്ന് അയച്ചിരിക്കുന്നു. അവിടുന്ന് അയച്ചത് കൊണ്ട് മാത്രം, അവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ ഇത് ബൈ ഹാൻഡായിട്ടാണ് പോയിട്ടുള്ളത്. ബൈ ഹാൻഡ് പോയ സാധനം എങ്ങനെ കണ്ണൂരെത്തേണ്ടത്, കൂത്തുപറമ്പെത്തേണ്ടത് അവിടെ എത്തിയിട്ടില്ല, കണ്ണൂരെത്തേണ്ടത് അവിടെ ഇല്ല, കോഴിക്കോട്ടത് അവിടെ JDTയിലേത്. അപ്പോൾ ഇതൊക്കെ എവിടെ കൊടുത്തു എന്നുള്ളത് ബൈ ഹാൻഡ് പോയാൽ അതിന് റെക്കോർഡ് ഉണ്ടാവില്ല. ആരാണിത് കൊണ്ടുപോയത്, ആരാണിത് കൊടുത്തത്, ഇതൊക്കെ മനസ്സിലാക്കാൻ അതിന് സംവിധാനവും സിസ്റ്റവും ഉണ്ടാവില്ല. ആദ്യം ഞങ്ങളെടുത്ത് പറഞ്ഞത് സിസ്റ്റം എററാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ മനഃപൂർവ്വം ഉദ്യോഗസ്ഥന്മാർ ഇവിടെ കളിക്കുകയാണ് എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ LDFൻ്റെ ചില ഗൂഢാലോചനകളുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ് ഇത് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ള, അബ്ദുറഹ്മാൻ, പ്രമോദ് കക്കട്ടിൽ, P. അബ്ദുള്ള ഉൾപ്പെടെയുള്ള നേതാക്കളാണ് മേമുഡിയ സെന്ററിലെത്തി റിട്ടേണിംഗ് ഓഫീസറെ കണ്ടത്.